ഇപ്പൊ എനിക്ക് കണ്ണോടെ തന്നെ രണ്ട് മൊത്ത കണ്ടിട്ടുണ്ടോ എനിക്ക്. ഞാനും അമ്മയും കൂടി മെജുക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ. എന്താ ഇതാന്നൊക്കെ ഞാൻ വഴിയെ പറയാം. ഈ ഒരു ഡ്രസ്സ് ഉണ്ടല്ലോ, അത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. അടിപൊളിയായിട്ടില്ലേ കാണാനായിട്ട്. 10-ാം തീയതി ഞങ്ങളുടെ 10ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. വെഡിങ് ആനിവേഴ്സറി സംബന്ധിച്ച് ഞാൻ മെജുക്ക് ഒരു അടിപൊളി ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ ഗിഫ്റ്റ് ഈ കാണുന്ന ഷെൽഫിന്റെ ഉള്ളിലാണെന്ന് പറഞ്ഞപ്പോ അത് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് കേട്ടോ എന്റെ ജോമോ. അപ്പൊ നോക്കി ഇപ്പൊ എനിക്ക് കണ്ണോടെ തന്നെ രണ്ട് മൊത്ത കണ്ടിട്ടുണ്ടോ എനിക്ക്. കിട്ടി ഒരു മിനിറ്റ് അല്ലെങ്കിൽ മൂടിച്ചിട്ട് ബ്രേസ്ലെറ്റ് അമ്മ കണ്ടായിരുന്നു. നമ്മളെ ശരി വരുവാ കൊള്ളാം. മതി മതി. ആ കയ്യിൽ കിടക്കുന്ന ബാങ്കിളാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഗിഫ്റ്റായിട്ട്. വൺ സർപ്രൈസ് ഒക്കെ കൊടുക്കാന്ന് വിചാരിച്ചാണ് ഞാൻ സംഭവം വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈ സർപ്രൈസ് ഒന്നും എനിക്ക് സെറ്റ് ആവില്ലാന്നേ. മെജോ വന്നപ്പോൾ തന്നെ ഞാൻ കാര്യം തുറന്നു പറഞ്ഞ് മെജോനെ കൊണ്ട് സർപ്രൈസും പൊളിച്ചു കേട്ടോ. അങ്ങനെ നമ്മുടെ ഗിഫ്റ്റ് കൈമാറലൊക്കെ കഴിഞ്ഞിട്ട് ഇതേ ഞങ്ങൾ നേരെ പോയത് വെസ്റ്റ് സൈഡിലോട്ടാണ് കേട്ടോ. നമ്മുടെ ആനിവേഴ്സറിക്ക് വേണ്ട ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. എനിക്ക് അവിടുന്ന് ഡ്രസ്സൊന്നും അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വേറെ സ്ഥലത്ത് പോയിട്ടാണ് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 9-ാം തീയതി വർക്കിന് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരുന്നപ്പോൾ താഴേന്ന് ഭയങ്കര വിളി. ആ വിളി കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്തോ എനിക്കുള്ള പരിപാടിയാണെന്നുള്ളത്. വീഡിയോ കോൾ ചെയ്യാൻ പറ. പേടിച്ചിരിക്കണേ പേടിച്ചിരിക്കണേ. ഹാപ്പി ആനിവേഴ്സറി. താങ്ക് യു. അടുത്ത പണി ജോൺ പോയിന്റ് പേടിക്കണത് പേടിച്ചിണ്ടാട്ടാ. എന്തിനു പേടിക്കണേ? കണ്ടില്ലല്ലോ. ഇതില് വിളിക്ക്. കണ്ണിലൊക്കെ പോകാനായിട്ട് ആകെ വയ്യാതിരിക്കണേ ഞാൻ. അങ്ങനെ വെഡിങ് ആനിവേഴ്സറി ആവുന്നതിന് മുമ്പേ തന്നെ ഞങ്ങളുടെ ഗിഫ്റ്റ് കൈമാറലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ 10-ാം തീയതി നമുക്കന്ന് 2 വർക്ക് ഉണ്ട്. ഏത് നേരത്തെ വീട്ടിലെത്താന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഗിഫ്റ്റൊക്കെ അങ്ങ് നേരത്തെ കൈമാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചടങ്ങ് കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചു. അപ്പം അന്നത്തെ നമ്മുടെ ഫസ്റ്റ് ബ്രൈഡ് വന്നിട്ട് മാളയിലായിരുന്നു കേട്ടോ. ഒരു മുസ്ലിം ബ്രൈഡായിരുന്നു. അങ്ങനെ ആ ബ്രൈഡിനെ റെഡിയാക്കി കഴിഞ്ഞ് ഞാൻ നേരെ പോയത് എരമല്ലൂർക്കാണ് കേട്ടോ. നമ്മുടെ നെക്സ്റ്റ് ബ്രൈഡ് അമല എരമല്ലൂരായിരുന്നു. ആളൊരു ക്രിസ്ത്യൻ ബ്രൈഡായിരുന്നു കേട്ടോ. അങ്ങനെ 2 ബ്രൈഡൽ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അത്യാവശ്യം ടയേർഡായിട്ടാണ് കേട്ടോ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വീട്ടിലോട്ട് വന്നപ്പോഴേക്കും നമ്മുടെ ചേച്ചിയും അളിയനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോണ വഴി കേക്കൊക്കെ വാങ്ങിക്കൊണ്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അളിയനൊക്കെ വന്നപ്പോൾ അന്ന് ഉച്ചക്കലത്തേക്ക് വേണ്ട ബിരിയാണിയാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തത്. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് സെറ്റായി പോയി. ഒരു നല്ല ഒക്കെ കഴിഞ്ഞ് നമ്മൾ ലുലുവിൽ പോകാമെന്നാണ് കേട്ടോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈവനിങ്. അങ്ങനെ ദേ നമ്മൾ അതിന് മുമ്പായിട്ട് റെഡിയായി. കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ കേക്ക് കട്ടിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സാധാരണ നമ്മൾ എന്ത് ഫംഗ്ഷന് കേക്ക് കട്ട് ചെയ്യുമ്പോഴും 3 ആളുണ്ടാവല് പതിവുണ്ട്. മിന്നു ഇപ്പോൾ വലുതായി എന്ന് പറഞ്ഞിട്ട് അവളിപ്പോൾ കേക്ക് കട്ടിങ്ങിനൊന്നും വരാറില്ല കേട്ടോ. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ദേ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു. കേക്കൊക്കെ കഴിച്ചു കേട്ടോ. ഇനി നമ്മൾ നേരെ പോണത് ലുലുലോട്ടാണ്. നമ്മുടെ ഉച്ചക്കലത്തെ ബിരിയാണിയൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് ബാക്കി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഹെവി ആയിട്ടൊന്നും കഴിക്കേണ്ടെന്ന് വിചാരിച്ചു. എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ലുലുവിൽ പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. മെയിനായിട്ട് ഈ പിള്ളേരെ ഒന്ന് കളിപ്പിക്കാമെന്ന് വിചാരിച്ച് പോണതാണ് കേട്ടോ. എന്നിട്ട് എൻ്റെ വെഡിങ് ആനിവേഴ്സറി ഔട്ട്ഫിറ്റ് വന്നിട്ട് മെജോ ഗിഫ്റ്റ് ചെയ്തതായിരുന്നു. എങ്ങനെയുണ്ടെന്ന് പറയണേ.
അത് കഴിഞ്ഞ് നമ്മൾ നേരെ ലുലുലോട്ടാണ് കേട്ടോ പോകണം. അതിന് മുമ്പായിട്ട് ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ നാളായിട്ട് ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ഇടാത്തതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ഡിസ്കംഫർട്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ പോയിട്ട് ചിക്കിങ്ങിൽ നിന്ന് കുറച്ച് ചിക്കനും ബർഗറും അങ്ങനെ കുറച്ച് മീറ്റ് റോൾസും അങ്ങനെ എന്തൊക്കെയോ വാങ്ങിച്ചായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഫൻറ്റ്യൂറയിലോട്ടാണ് കേട്ടോ. നമ്മുടെ പിള്ളേർ സെറ്റിനെയൊക്കെ ഒന്ന് എൻജോയ് ചെയ്യിപ്പിക്കാമെന്ന് പറഞ്ഞ് പോയതാണ്. ആദ്യം തന്നെ കണ്ടത് ഈ ഒരു വണ്ടിയിൽ കയറി ഡ്രൈവറായിട്ട് കയറിയിരിക്കുന്ന ആളെ കണ്ടില്ലേ, നമ്മുടെ ജുവാനും ആണ് കേട്ടോ. അവൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവൻ ഈ വണ്ടിയോട് ഭയങ്കര ക്രേസാണ്. ഹാപ്പി എൻ്റെ 10ാമത്തെ വെഡിങ് ആനിവേഴ്സറി ഒരു നല്ല ദിവസമായിട്ട് അങ്ങനെ പോയിട്ടോ. വൈകുന്നേരം നമ്മൾ പോണ വഴിയിൽ ചാത്യാത്തൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ ഫ്രൈഡ് റൈസ് വാങ്ങി വീട്ടിൽ പോയി അതും കഴിച്ചു. ഇന്നത്തെ ഒരു ദിവസം അത്രയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ബൈ.